എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൊറോട്ടയാണ്. വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ പൊറോട്ട ചുട്ടെടുക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോയാലോ? പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഒരു 1/2 കിലോൻ്റെ അടുത്ത് മൈദ എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടോട് കൂടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചു കൊടുത്ത് ഇളക്കി ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒന്നിച്ചങ്ങ് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചാൽ മതി. ഇനി നമുക്ക് ഇതിനെ നല്ലോണം സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം. പൊറോട്ടയ്ക്ക് നമ്മൾ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ച് തടവി വയ്ക്കാം. എല്ലാ വശത്തും അപ്ലൈ ചെയ്യണം. എണ്ണ നമ്മൾ എല്ലാ വശത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി വയ്ക്കാം. നല്ലൊരു വെള്ളത്തുണി എടുത്ത് നനച്ച് അത് ഇതിൻ്റെ മുകളിൽ മൂടി വയ്ക്കാം. ഒരു മൂടി വെച്ച് കൊടുത്ത് ഒരു 4 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇത് തുറന്ന് നോക്കാം. 4 മണിക്കൂർ മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു. 6 മണിക്കൂറോളം ഞാനിത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്ന് നമുക്കിതിന് ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. ഇതുപോലത്തെ ഉരുളകളാക്കി നമുക്ക് എടുക്കാം. ഉരുളകളാക്കി വെച്ച മാവ് നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി ഇത് വീശിയെടുക്കാം. വീശാൻ വേണ്ടിയിട്ട് ഒരു കൈ ഇങ്ങനെ ഇതിൻ്റെ അടിയിലും ഒരു കൈ ഇത് മുകളിലും ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക. ഇതുപോലെ നൈസായി വീശിയെടുത്ത് വെച്ചതിൽ നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എണ്ണ തടവിയതിന് ശേഷം മുകളിൽ കുറച്ച് പൊടി വിതറി കൊടുക്കാം. മൈദപ്പൊടിയാണ് വിതറുന്നത്. ഇനി ഇത് റോളാക്കി എടുക്കാം. ഈ രീതിയിൽ എല്ലാ ഉണ്ടയും നമ്മൾ പരത്തി അടിച്ച് റോളാക്കി വയ്ക്കാം. വീശാൻ അറിയാത്തവർക്ക് ഈ രീതിയിലും ചെയ്യാം. ഇതുപോലെ പരത്തി അങ്ങ് എടുക്കുക. നൈസായിട്ട് കൈ വെച്ചതുപോലെ അങ്ങ് പരത്തി കൊടുത്താൽ മതി. ഇതുപോലെ അങ്ങ് പരത്തിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ എണ്ണ തടവി പൊടിയിട്ട്
റോളാക്കിയാൽ മതി. എണ്ണ തടവി പൊടി ഇട്ട് കൊടുക്കുക. ഇതുപോലെ നൈസായി പരത്തിയിട്ട് ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കാം. വീശി അടിക്കാൻ അറിയുന്നത് അങ്ങനെ ഉണ്ടാക്കാം. ഇതെല്ലാം നമ്മൾ ഇതുപോലെ റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തടവി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് പരത്തി ചുട്ടെടുക്കാം. ഇതുപോലെ കൈ കൊണ്ട് പരത്തിയെടുത്താൽ മതി. ഇങ്ങനെ ഓരോന്നും നമുക്ക് പരത്തി എടുക്കാം. അടുപ്പത്ത് നമ്മളൊരു ചട്ടി വെച്ചു. ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് പരത്തിയത് ഇട്ട് കൊടുത്തു. ഇനി എണ്ണ ഒഴിച്ച് തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കാം. തിരിച്ചിട്ട് കൊടുത്തു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നമ്മളങ്ങനെ പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.